മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലെ ഡഗൌട്ടിൽ തലതാഴ്ത്തിയിരിക്കുകയാണ് ഹൂലിയൻ അൽവാരസ്. നിസ്സഹായനാണിപ്പോൾ അയാൾ. ഗാലറിയിൽ നിന്ന് സ്വന്തം ആരാധകർ അയാൾക്കെതിരെ കൂവിയാർത്തുകൊണ്ടിരിക്കുന്നു. ക്ലബ് വിടാനും ബാഴ്സയിൽ ചേരാനും സന്നദ്ധത പ്രകടിപ്പിച്ച അൽവാരസിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ്. ബാഴ്സ 200 മില്യൺ തന്നാലും അൽവാരസിനെ വിട്ടുതരില്ല എന്ന് നേരത്തെ തന്നെ അത്ലറ്റിക്കോ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. മാഡ്രിഡ് നഗരത്തിൽ ഈ മനസ്സുമായി അർജന്റീൻ താരത്തിന് ഇനിയും തുടരാൻ കഴിയുമോ എന്നാണ് സകലരും ഉറ്റുനോക്കുന്നത്. മെട്രോപൊളിറ്റാനോയിൽ ഇന്നലെ പകരക്കാരന്റെ റോളിലാണ് ഡിയേഗോ സിമിയോണി അൽവാരസിനെ കളത്തിലിറക്കിയത്. കളിയുടെ 67-ാം മിനിറ്റിൽ മാർക്ക് പബിലിനെ പിൻവലിച്ച അത്ലറ്റിക്കോ കോച്ച് അർജന്റീൻ താരത്തെ അവതരിപ്പിക്കുന്നു. ഗാലറിയിൽ നിന്ന് വീണ്ടും നിലക്കാത്ത കൂവലുകൾ. 85-ാം മിനിറ്റിൽ ജൂലിയാനോ സിമിയോണി കുറിച്ച ഗോളിൽ അത്ലറ്റിക്കോ സ്വന്തം മൈതാനത്ത് ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുന്നു. കളിക്ക് ശേഷം അത്ലറ്റിക്കോ താരങ്ങൾ കാണികൾ അഭിവാദ്യം ചെയ്യുമ്പോൾ ഹൂലിയൻ അൽവാരസ് മാത്രം ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ നടന്നു. അപ്പോഴും ഗാലറിയിൽ നിന്ന് താരത്തിനെതിരെ ചാനലുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവനെ എന്നേക്കുമായി പറഞ്ഞുവിടൂ എന്നടക്കം ആരാധകർ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. ടണലിലൂടെ മടങ്ങവേ ആരാധകരിൽ ഒരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്കാർഫ് ഊരി അൽവാരസിന് നേരെ വലിച്ചെറിഞ്ഞു. അൽവാരസ് അതിൽ ചവിട്ടാതെ മാറി നടക്കുന്നത് കാണാം. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അയാളുടെ കാര്യത്തിൽ ടീം ഈ കടുംപിടുത്തം തുടരുന്നത് ശരിയല്ല എന്ന് വേണം വിലയിരുത്താൻ. മത്സരത്തിന് ശേഷം അൽവാരസ് കാണികൾ അഭിവാദ്യം ചെയ്യാതിരുന്നത് ക്ലബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് ഡിയേഗോ സിമിയോണി പ്രതികരിച്ചത്. അതേസമയം കാണികൾ അർജന്റീൻ താരത്തിനെതിരെ കൂവിയതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഉപദേശം നൽകാനല്ല താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നും തന്റെ ജോലി അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരിശീലിപ്പിക്കുക എന്നത് മാത്രമാണെന്നും പറഞ്ഞു വെച്ചു സിമിയോണി. അതേസമയം ടീമിൽ അൽവാരസ് എത്ര നിർണായക സാന്നിധ്യമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് സിമിയോണി. കിരീടം നേടണമെങ്കിൽ ടീം ഒറ്റക്കെട്ടായിരിക്കണം, മികച്ച സ്ട്രൈക്കർമാർ വേണം. അൽവാരസ് തന്റെ പദ്ധതിയിലെ പ്രധാന ഭാഗമാണെന്ന സൂചന സിമിയോണിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ആരാധകർക്ക്. കഴിഞ്ഞ ലോകകപ്പിനിടെയാണ് അൽവാരസ് ടീം വിടാനുള്ള സന്നദ്ധത പരസ്യമായി അറിയിച്ച് രംഗത്ത് വന്നത്. ബാഴ്സലോണ തന്നെയായിരുന്നു അർജന്റീൻ താരത്തിന്റെ സ്വപ്നം. 2024 സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോയിൽ ചേർന്ന അൽവാരസിന്റെ കരാർ 2030 വരെയാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ റയൽ മാഡ്രിഡ് താരത്തിനു വേണ്ടി 150 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അത്ലറ്റിക്കോക്ക് മുന്നിൽ വച്ചിരുന്നു. എന്നാൽ അത്ലറ്റിക്കോ അത് തള്ളി. നമ്പർ 9 റോളിൽ ഒരു താരത്തിനായുള്ള അന്വേഷണം തുടരുന്ന ബാഴ്സ പിന്നെ അൽവാരസിന്റെ പിറകെ കൂടി. എന്നാൽ 200 മില്യൺ തന്നാലും അൽവാരസിനെ വിട്ടുതരില്ല എന്ന നിലപാടിൽ ടീം ഉറച്ചു നിന്നു. അടുത്തിടെ ആ നിലപാടിൽ അത്ലറ്റിക്കോ അയവ് വരുത്തി. ഗണ്ണേഴ്സ് അവർക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിരുന്നു. അത് പരിഗണിക്കാൻ തീരുമാനിച്ച ക്ലബിനോട് അൽവാരസ് താൻ ഇനി ഇംഗ്ലീഷ് മണ്ണിലേക്കില്ല എന്നറിയിച്ചു. അതേസമയം ബാഴ്സയ്ക്ക് താരത്തെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അത്ലറ്റിക്കോ ഉള്ളത്. താരത്തെ സ്വന്തമാക്കാൻ ബാഴ്സലോണ സ്വീകരിച്ച ചില നീക്കങ്ങൾ അത്ലറ്റിക്കോക്ക് അത്രക്കങ്ങ് പിടിച്ചിരുന്നില്ല. അത്ലറ്റിക്കോ അധികൃതർ ബാഴ്സലോണക്കെതിരെ പരസ്യമായും പരോക്ഷമായും അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. ബാഴ്സക്കെതിരെ അത്ലറ്റിക്കോയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടു. അൽവാരസിനെ വിൽക്കാൻ അത്ലറ്റിക്കോക്ക് യാതൊരു താല്പര്യവുമില്ല. അതേസമയം ഇറങ്ങിപ്പോകാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തലും ശരിയല്ല. കളിയെ പോലും അത് ബാധിക്കും. അതിനാൽ തന്നെ ഒരു ലാഭക്കച്ചവടത്തിന് തയ്യാറെടുക്കുകയാകും അത്ലറ്റിക്കോ. ക്ലബ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 150 മില്യൺ യൂറോ ലഭിച്ചാൽ അത്ലറ്റിക്കോ ഇനി ഒരു ഓഫർ പരിഗണിച്ചേക്കാമെന്നാണ്. എന്നാൽ റയലിനോ ബാഴ്സക്കോ അൽവാരസിന് നൽകാൻ ക്ലബിന് താല്പര്യമില്ലതാണ്. ആഴ്സണലാണെങ്കിൽ ഇത്രയും വലിയൊരു തുക നൽകാൻ സന്നദ്ധമാവുകയുമില്ല. സെപ്റ്റംബർ ആദ്യവാരത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കും. ബാഴ്സയാണെങ്കിൽ ഒരു നമ്പർ 9 ആയുള്ള തീവ്ര ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. അൽവാരസിന്റെ പിറകെ തന്നെയാണ് ഇപ്പോഴും അവർ. അത്ലറ്റിക്കോ വിട്ടുതരില്ല എന്ന് നിലപാട് പ്രഖ്യാപിച്ചതോടെ നേരത്തെ സ്പോർട്ടിങ്ങിന്റെ ലൂയിസ് സുവാരസിനും ഇന്ററിന്റെ ലൗതാരോ മാർട്ടിനസിനും പിറകിൽ ഉണ്ടായിരുന്നു ബാഴ്സ. എന്നാൽ ഇരു ടീമുകൾക്കും താരങ്ങളെ വിട്ടു നൽകാൻ താല്പര്യമില്ല. അൽവാരസ് ഏറെക്കാലമായി ഗണ്ണേഴ്സിന് താല്പര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ അവർ അത്ലറ്റിക്കോയുമായും അൽവാരസിന്റെ ക്യാമ്പുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബാഴ്സയിലേക്ക് ചേക്കേറാനുള്ള അൽവാരസിന്റെ ആഗ്രഹം ആഴ്സണലിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സൂചന ലഭിച്ചാൽ മാത്രമേ ആഴ്സണൽ വലിയ നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. ഒരു ലെഫ്റ്റ് വിങ്ങറാണ് ആഴ്സണലിന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ സ്വന്തമാക്കാൻ അൽ ഹിലാൽ ശ്രമങ്ങൾ നടത്തി വരികയാണ്. എന്നിരുന്നാലും അൽവാരസിന്റെ ടാലന്റ് കണക്കിലെടുത്ത് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള അവസരം ലഭിച്ചാൽ ആഴ്സണൽ അതിനെ ഗൗരവമായി തന്നെ പരിഗണിക്കും. അതേസമയം അത്ലറ്റിക്കോയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ മത്തേവു അലമാനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഹൂലിയൻ അൽവാരസ് മാഡ്രിഡ് നഗരം വിട്ട് എങ്ങും പോകില്ല എന്നാണ്. നിലവിലെ സാഹചര്യം വളരെ വ്യക്തമാണ്. അൽവാരസ് ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം കളിക്കാൻ തയ്യാറാണ്. അതിനാൽ ഇനി അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ല എന്നായിരുന്നു അലമാനിയുടെ പ്രതികരണം. ഗോൾ കീപ്പർ യാനോ ബ്ലാക്കും അൽവാരസിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ടീം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ഹൂലിയൻ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോഴും ടീമിന്റെ ഭാഗമാണവൻ. ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അവനെ പിന്തുണക്കും.
ഈ സാഹചര്യം അത്രയ്ക്ക് സുഖകരമല്ല എന്നറിയാം, പക്ഷേ എല്ലാം ശരിയാകും. സീസൺ അവസാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒബ്ലാക്ക് പറഞ്ഞു വെച്ചു. കഴിഞ്ഞ ദിവസം എൽഷയ്ക്കെതിരെ വലകൊളിക്കിയ ശേഷം ബാഴ്സ വിങ്ങർ റഫീഞ്ഞ നടത്തിയ സെലിബ്രേഷനെ അൽവാരസുമായി ബന്ധപ്പെടുത്തി ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു. എന്നാൽ ആ സെലിബ്രേഷന് അൽവാരസുമായി ബന്ധമൊന്നുമില്ലെന്ന് റഫീഞ്ഞ പിന്നീട് പ്രതികരിക്കുന്നുണ്ട്. ലാലിഗയിൽ ആദ്യ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ റയൽ മാഡ്രിഡും ബാഴ്സലോണയും ജയത്തോടെ 3 പോയിന്റ് വീതം പോക്കറ്റിലാക്കി. അത്ലറ്റിക്കോയാവട്ടെ ബിആർഐലിനോട് സ്വന്തം മൈതാനത്ത് സമനില ഏറ്റുവാങ്ങി. ബാഴ്സ എതിരില്ലാത്ത 5 ഗോളിനാണ് എൽഷയെ തരിപ്പണമാക്കിയത്. റഫീഞ്ഞയും ഫെർമിൻ ലോപ്പസും ഇരട്ട ഗോൾ കുറിച്ചു. ടീമിലെ പുതിയ സൈനിങ് ആന്റണി ഗോർഡൻ 2 അസിസ്റ്റുമായി കളനിറഞ്ഞു. കരീം അഡയമി തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സ്കോർ ഷീറ്റിൽ ഇടം പിടിച്ചു. 90-ാം മിനിറ്റിൽ പുത്തൻ സൈനിങ് കാർലോസ് എസ്പിയുടെ ഗോളിലാണ് റയൽ മാഡ്രിഡ് എസ്പാന്യോളിനെ തകർത്തത്. ജൂഡ് ബെല്ലിംഗാമാണ് റയലിനായി ആദ്യം വലകൊടുക്കിയത്. ഇക്കുറി തട്ടകത്തിലെത്തിച്ച 6 താരങ്ങളെയും റയൽ ആദ്യ മത്സരത്തിൽ തന്നെ കളത്തിലിറക്കി. ഏതായാലും സെപ്റ്റംബർ 1 മുമ്പ് അൽവാരസ് ഡീൽ നടക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ബാഴ്സലോണ ആരാധകർ. അത് സാധ്യമായാൽ പിന്നെ ബാഴ്സയെ പിടിച്ചുകെട്ടൽ അത്ര എളുപ്പമാകില്ല.